അമേരിക്കൻ രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് വെറുമൊരു മാറ്റത്തിനല്ല, മറിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരമ്പരാഗത സമവാക്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്കാണ്. 2026 ജൂൺ 23 നടന്ന ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറി തിരഞ്ഞെടുപ്പോടെ ന്യൂയോർക്ക് രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗം ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തി ന്യൂയോർക്ക് സിറ്റി മേയറായ സൊഹ്റാൻ മംദാനിയാണ്. 2025 മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവ് ഇപ്പോൾ ന്യൂയോർക്ക് രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കിങ് മേക്കറായി മാറിയിരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പോരാട്ടം നടന്നത് 10ാമത്തെ കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിലാണ്. 2 തവണ ജനപ്രതിനിധിയായിരുന്ന പ്രമുഖ നേതാവ് ഡാൻ ഗോൾഡ്സ്മാനെ 3-2 ഭൂരിപക്ഷത്തിനാണ് മംദാനിയുടെ സഖ്യകക്ഷിയായ ബ്രാൻഡ് ലാജർ പരാജയപ്പെടുത്തിയത്. ഈ മത്സരം ഇസ്രായേൽ ഗാസ വിഷയത്തിൽ അമേരിക്കൻ ജനതയുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു ജനവിധി കൂടിയായിരുന്നു. ഇസ്രായേലിനെ ശക്തമായി പിന്തുണക്കുന്ന ഗോൾഡ്സ്മാനെ ഗാസയിലെ സൈനിക സഹായം നിർത്തലാക്കണമെന്ന് വാദിച്ചാണ് ബ്രാഡ് ലാൻഡർ ഈ വൻ വിജയം നേടിയത്. ലാൻഡറിന്റെ വിജയദിനത്തിൽ പങ്കെടുത്ത മേയർ മംദാനി പ്രസ്താവിച്ചത് ലാൻഡർ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് കേവലം അധികാരം മാത്രമല്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങളും കൂടിയാണ് എന്നാണ് മംദാനി പറയുന്നത്. മറ്റൊരു വലിയ രാഷ്ട്രീയ അട്ടിമറി നടന്നത് 13ാമത്തെ ഡിസ്ട്രിക്റ്റിലാണ്. 5 തവണ കോൺഗ്രസ് അംഗമായിരുന്ന മുതിർന്ന നേതാവ് അഡ്രിയാനോ എസ്പിയത്ത് ഇവിടെ പരാജയപ്പെട്ടു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തത് ദാരി അലീസ ഷേവിയർ എന്ന 32-കാരിയായ ഒരു സാധാരണ യൂണിയൻ പ്രവർത്തകയാണ്. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഇവർ വോട്ടർമാരിലേക്ക് എത്തിയത്. ഇതോടൊപ്പം തന്നെ അസംബ്ലി അംഗം ക്ലെയർ വാൽഡസും പ്രമുഖമായ മറ്റൊരു സീറ്റിൽ വിജയമുറപ്പിച്ചു. വൻകിട കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക സഹായമില്ലാതെ സാധാരണക്കാരെ ജനങ്ങളിൽ നിന്നുള്ള ചെറിയ തുകകൾ ശേഖരിച്ചാണ് മംദാനിയുടെ സഖ്യം ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. കോടീശ്വരന്മാർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തുക, ഭവന പ്രതിസന്ധി പരിഹരിക്കാൻ വാടക വർധനവ് മരവിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ന്യൂയോർക്കിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വാഷിംഗ്ടണിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ പോലും ആശങ്കയുണ്ടാക്കുന്നതാണ്. ഹൗസ് ഓഫ് മൈനോറിറ്റി ലീഡറായ ഹക്കീം ജെഫ്രീസ് പരാജയപ്പെട്ട മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി നേരിട്ട് ക്യാമ്പയിൻ നടത്തിയിരുന്നു. 2026 മാത്രം പാർട്ടിക്കുള്ളിൽ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന 5ാമത്തെ ഡെമോക്രാറ്റിക് പാർട്ടി ജനപ്രതിനിധിയാണ് ഡാൻ ഗോൾഡ്സ്മാൻ. നിലവിലുള്ള ജനപ്രതിനിധികൾക്കെതിരെയുള്ള രാജ്യവ്യാപകമായി രൂപപ്പെട്ട ജനവികാരത്തിന്റെ പ്രതിഫലനമാണ് ഇത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ പുതിയ ജനപ്രതിനിധികൾ പാർലമെന്റിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും നിർണായകമാണ്. എങ്കിലും ബ്രൂക്ലിനിലെ വിജയാഘോഷത്തിനിടയിൽ സൊഹ്റാൻ മംദാനി പറഞ്ഞ വാക്കുകൾ പരമ്പരാഗത രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പാണ്. ഇത് ഞങ്ങളുടെ മുന്നേറ്റത്തിന്റെ അവസാനമല്ല, മറിച്ച് പുതിയൊരു തുടക്കം മാത്രമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സൊഹ്റാൻ മംദാനി തുടങ്ങി വെച്ച ഈ സോഷ്യലിസ്റ്റ് തരംഗം അമേരിക്കയുടെ ദേശീയ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുമോ, അതോ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളിൽ ഇത് ഒതുങ്ങിപ്പോകുമോ? ഈ മാറ്റത്തിന്റെ ആക്കം എത്രത്തോളം ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.